ഞാനീ ഇവരെവിടേക്കാ ചെല്ലുന്നേന്ന് നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ? ആ ശരി എടുത്തേ. ആ ശരി ശരി ശരി. ചേട്ടാ ഒന്ന് വേഗം പോ. സച്ചേട്ടാ ആകെ കുഴപ്പമായി. എന്താ? അനഘയും ഒരു ഓട്ടോയിൽ 2-3 പേര് വന്ന് തട്ടിക്കൊണ്ടു പോയിന്ന്. അവന്തി എടുത്തിയായിട്ട് അമ്പലത്തിൽ പോയതാ അവള്. എടുത്തി അമ്പലത്തിൽ നിന്ന് ഓട്ടോയിൽ കയറ്റി വിട്ടുന്ന്. വഴിയില് വേറെ 2 സ്ത്രീകൾ കയറി. വേറെ ഏതോ വഴിയിലൂടെ അവര് പോകുന്നേന്ന്. എനിക്ക് ഉറപ്പാ സച്ചേട്ടാ, ഇത് ആ അജയന്റെ പണിയാ. അവന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കണം. താൻ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. അനഘയ്ക്ക് എന്ത് പറ്റിയാലും ഇവർക്കെന്താ? ഇവിടുന്ന് ആരും അവളുടെ കാര്യത്തിന് പോകണ്ട. എല്ലാവരും കൂടി എവിടേക്കാ? നീ എന്തിനാ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നേ? മാറ്, ഞങ്ങൾക്കൊരു അത്യാവശ്യത്തിന് പുറത്തു പോകാനുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ അത്യാവശ്യം എന്താണെന്ന്. അനഘയുടെ കാര്യത്തിന് എന്റെ ചേച്ചിയും എന്റെ ഭർത്താവും പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഇവിടുന്ന് ആരെയും വിടുകയില്ല. നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നേ? നീ ഒന്ന് മാറിക്കേ. ഞാൻ വിടില്ല എന്ന് പറഞ്ഞ വിടില്ല, അത്ര തന്നെ. അതിരെ, നിന്റെ വാശിയും വൈരാഗ്യം തീർക്കാനുള്ള സമയമല്ല ഇത്. നീ മാറ്, മാറ്. ചേച്ചി എത്ര പറഞ്ഞാലും എത്ര ബലം പ്രയോഗിച്ചാലും ഞാൻ മാറാൻ പോകുന്നില്ല. അതിരെ പ്ലീസ്, എന്തുണ്ടെങ്കിലും നമുക്ക് വന്നിട്ട് പരിഹരിക്കാം. സമയം പാഴാകും തോറും അപകടമാണ്, അത് മനസ്സിലാക്ക്. അതിരെ മാറങ്ങോട്ട്. സന്ദീപ് എവിടെയാ പോകുന്നേ? അവളുടെ കാര്യത്തിന് സന്ദീപ് പോവണ്ട. എഴുതി പൊയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. എഴുതി പൊയ്ക്കോ. എന്താ അതിന്റെ പ്രശ്നം? ഇത് തന്നെ എന്റെ പ്രശ്നം. അനഘയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിഞ്ഞ അപ്പോഴേക്ക് സന്ദീപൻ എന്താ ഇത്ര ധൃതി? നിന്റെ ആരാ അവള്? നീ ഇപ്പൊ ഒരിടത്തും പോകുന്നില്ല. ഞാൻ അതിന് സമ്മതിക്കയില്ല. എനിക്ക് പോയേ പറ്റൂ. എന്താ കാര്യം അറിയാതെ നീ ഓരോന്ന് പറയുന്നത്? ഞാൻ വന്നിട്ട് വിശദമായി എല്ലാം പറയാം. നീ അതുവരെ ഒന്ന് സമാധാനപ്പെട്. നീ പോയിക്കോ, എന്നിട്ട് അവളോടൊപ്പം ജീവിച്ചാ മതി. എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ കൊണ്ട് ഞാൻ അങ്ങ് മാറി തന്നേക്കാം. നീയും അവള് സുഖമായിട്ട് ജീവിച്ചോ. ഇനി ഇതുപോലത്തെ വർത്തമാനം എന്നോട് പറഞ്ഞാ ഇത് ഞാൻ നിനക്ക് കുറച്ച് മുന്നേ തരേണ്ടതായിരുന്നു. ഇതെന്തിനാണ് തന്നെന്ന് ഞാൻ വന്നിട്ട് പറയാം.